നമുക്ക് അജയുടെയും ഭൂമിജിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസം മുതൽ അജയുടെയും ഭൂമിജയുടെയും വിശേഷങ്ങൾ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ കഥ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് മെസ്സേജ് അയക്കാനും മറക്കരുതേ. അങ്ങനെ ഒടുവിൽ നമ്മൾ കാണുന്ന സത്യദാസിന്റെ കൈ പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് ഭവാനി. എന്നിട്ട് പറഞ്ഞ് ഇങ്ങോട്ട് വാ, വന്ന് കാണ്. സത്യസന്ധനായ പോലീസുകാരനാ നീ എന്നല്ലേ പറഞ്ഞത്. കിടക്കുന്ന കിടപ്പ് കണ്ടോ, എൻ്റെ സാഗർ കിടക്കുന്ന കിടപ്പ് കണ്ടോ എന്ന് പറഞ്ഞു. സാഗർ മരിച്ചു കിടക്കുന്ന കാഴ്ചയെ കണ്ടത്. നിന്നോട് ഞാൻ അപേക്ഷിച്ചല്ലായിരുന്നോ ഞങ്ങളെ രക്ഷിക്കണമെന്ന്? അപ്പം നിനക്ക് നീതി ന്യായം വിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലേ? ഇപ്പൊ സ്വന്തം അനുജന്റെ മരണം കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കിടന്ന് ആക്രോശിക്കുകയാണ്. ഒരു നിമിഷം സത്യദാസൻ ഞെട്ടിപ്പോയി. പിന്നീട് സത്യദാസനെ കുറ്റപ്പെടുത്തുക, നീയാണ് മരണത്തിന് ഉത്തരവാദി, നീയാണ് എല്ലാത്തിനും കാരണക്കാരൻ. ശരിക്കും പറഞ്ഞാൽ സത്യദാസ് അങ്ങോട്ടേക്ക് വന്നതുപോലും ഈ പറയുന്ന അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ ഒളിവിൽ താമസിക്കുന്നിടത്തേക്ക് വന്നത്. പക്ഷേ ഭവാനിയാണെങ്കിലോ കുറ്റപ്പെടുത്തുക ചെയ്ത സത്യദാസിനെ. സത്യദാസ് ഈ കാര്യങ്ങളൊക്കെ സൗഭാഗ്യ അമ്മയോട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും സൗഭാഗ്യമ്മ പറഞ്ഞു, എടാ മോനെ, 10-22 വർഷക്കാലം മുമ്പ് നടന്ന സംഭവമല്ലേ, അതെല്ലാവരും നമ്മളെല്ലാവരും ഇപ്പം മറന്നു കഴിഞ്ഞു. പക്ഷെ ഭവാനിയുടെ മനസ്സിൽ അത് ഇപ്പോഴും ഉണ്ട്. അമ്മ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ അനുജനെ ഞാൻ കൊല്ലാൻ നിൽക്കുമെന്ന് ചോദിച്ചു. എനിക്കറിയാടാ മോനെ, നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അമ്മയ്ക്കറിയാലോ എൻ്റെ മോളും എൻ്റെ ഭാര്യ എവിടെയുണ്ടെന്ന് പോലും എനിക്കറിയില്ല. അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോഴും ഞാൻ കഴിയുന്നേ. എൻ്റെ മനസ്സിനെ അത് വല്ലാതെ അലട്ടുന്നുണ്ട്. സാരമില്ല, ഇപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അജയുടെ വിവാഹക്കാര്യത്തെക്കുറിച്ച് പറയാനായിട്ടാ. ഭവാനിയുടെ മോള് അഞ്ജലിയുമായിട്ട് ആ കല്യാണം നടക്കണം. അങ്ങനെ നടന്നാൽ മാത്രമേ അറിയാലോ ഇപ്പോഴുള്ള ഭവാനിയുടെ ഈ വേദന മാറിക്കിട്ടുള്ളൂ. അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അവൾ ആ വീട്ടിൽ വെറുതെ നിൽക്കുവാന്ന്. അങ്ങനെ ഒരു കാരണവശാലും പാടില്ല. അഞ്ജലി അജയനെ കെട്ടുവാണെങ്കിൽ ഈ പ്രശ്നത്തിനെല്ലാം ഒരു പരിഹാരം ആവുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അജയ് പറഞ്ഞു, അത് കേട്ടപ്പം സത്യദാസ് പറഞ്ഞു, അതിന് അവ സമ്മതിക്കുമോ അമ്മേ? അവ സമ്മതിക്കണം. കാരണം അവന് അഞ്ജലിയെ കല്യാണം കഴിച്ചാലോ ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാകുള്ളൂ. ഭവാനിയുടെ മനസ്സിലുള്ള ഇപ്പോഴത്തെ ദേഷ്യമൊക്കെ ഇല്ലാതാകുള്ളൂ എന്ന് പറഞ്ഞു. സത്യദാസ് പറഞ്ഞു, ഞാൻ അവനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവൻ വ്യക്തമായിട്ടൊരു മറുപടിയും പറഞ്ഞില്ല. സാരമില്ല, അഞ്ജലി അധികം വൈകാതെ വരും. അവരുടെ തമ്മിലുള്ള വിവാഹം നടത്താൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പം ഇത് നിന്നോട് എനിക്കൊന്ന് പറയണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം കൂടെ സംസാരിച്ചിട്ടാണ് സൗഭാഗ്യമ്മ അവിടുന്ന് പോകുന്നത്. ഇതേ സമയത്ത് ഭൂമിജി എന്ത് ചെയ്തു, ചായയൊക്കെ ആയിട്ട് സാധാരണ പോലീസ് സ്റ്റേഷനിലുള്ള എല്ലാവർക്കും ചായ കൊടുക്കുന്ന ഭൂമിജിയാണ്. ചായയൊക്കെ ആയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. എല്ലാവർക്കും ചായ കൊടുത്തു. അങ്ങനെ സി ഐയുടെ മുറിയിലേക്ക് ചായയായിട്ട് അങ്ങ് ചെല്ലുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സി ഐയെ കണ്ടില്ല. ഇങ്ങനെ ഇത് എവിടെ പോയി? ചായയൊക്കെ ടേബിളിൽ വെച്ചു. ടേബിളിൽ വെച്ച് ഇങ്ങനെ ചുറ്റും നോക്കുമ്പോഴത്തേനും ടേബിളിൽ പോലീസ് റിവോൾവർ ഇരിക്കുന്നുണ്ടോ. ഓ കൊള്ളാലോ, ഇതിനു മുമ്പ് ഭൂമിജി അത് കണ്ടിട്ടില്ല. ഈ സിനിമയ്ക്കകത്ത് കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് കാണുന്നത്. പെട്ടെന്ന് ഭൂമിജി അത് കയ്യിലെടുത്തു. ആ കൊള്ളാലോ. അതുമാത്രമല്ല അജയുടെ തൊപ്പി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഭൂമിജിക്ക് ഒരു കുസൃതി തോന്നി. ആ തൊപ്പിയോടും തലയിൽ എടുത്ത് വെച്ചു. പിന്നീട് ആ സർവീസ് റിവോൾവറും കയ്യിലെടുത്തിട്ട് ആ കസേരയിലേക്ക് കയറിയിരുന്നിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. തനിക്ക് എന്നെങ്കിലും ഒരിക്കലും ഇങ്ങനെ ഒരു പോലീസ് ഓഫീസറാകാൻ പറ്റുമോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ഭൂമിജയുടെ മനസ്സിൽ. ഈ സമയത്താണ് കഷ്ടകാലം പിടിക്കാനായിട്ട് സി ഐ അജയ് അങ്ങോട്ടേക്ക് കടന്നു വരുന്നേ. ഒരു നിമിഷം ഈ സർവീസ് റിവോൾവർ എന്ത് ചെയ്തു, അജയുടെ നേർക്ക് ചൂണ്ടുവാണ്. ഭൂമിജ പെട്ടെന്നൊന്നും ഓർത്തോണ്ടല്ല, ഇങ്ങനെ ചൂണ്ടി. ആ സമയത്ത് അജയ് ശരിക്കും പേടിച്ചു പോയി. അജയ് പറഞ്ഞു, നീ എന്താ കാണിക്കണമെന്ന് ചോദിച്ചു. ഭൂമിജ പറഞ്ഞു, അനങ്ങരുത് എന്ന് പറഞ്ഞു. ദേ കളിക്കരുത്, സർവീസ് റിവോൾവറാ എന്ന് പറഞ്ഞു. ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാലോ. പെട്ടെന്ന് ഭൂമിജ ചാടി എഴുന്നേറ്റു. തൊപ്പി ഇതൊക്കെ അവിടെ വെച്ചു. അയ്യോ സോറി സാർ, ഞാൻ അറിയാതെ ചെയ്തു പോയതാ. അറിയാതെയോ? നീയാ? സാറേ സോറി ഇട്ടോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഭൂമിജിക്ക് മനസ്സിലായി തൻ്റെ കാര്യത്തിലൊരു തീരുമാനമായത്. ഓ എൻ്റെ ദൈവമേ, ഏത് സമയത്താണോ എന്തോ അങ്ങോട്ട് കയറി ചെല്ലാൻ തോന്നിയത്. അങ്ങേരിപ്പം അങ്ങോട്ട് കയറി വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. കഷ്ടകാലമായെന്ന് തോന്നേ. ഓ ഒരു സോറി പറഞ്ഞാലോ പോയി. പിന്നീട് ഭൂമിജി ഓർത്തു, സോറി പറഞ്ഞ് ഒതുക്കാൻ നോക്കാം. അങ്ങനെ ഭൂമിജി അങ്ങോട്ട് ചെന്നു. അതെ സോറി സാറേ, അറിയാതെ പറ്റിപ്പോയതാന്ന് പറഞ്ഞു. അറിയാതെ പറ്റിപ്പോയതല്ലേ? അതെ അറിയാതെ പറ്റിപ്പോയതാ, ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. ഓ അങ്ങനെ. സാരമില്ല സാറേ, ഇനിയൊന്നും സാറ് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കില്ല കേട്ടോ. നമ്മൾ തമ്മിലുള്ള പ്രശ്നം തീർന്നു. ഇനി ഒരു പ്രശ്നം നമ്മൾ തമ്മിലില്ല. പിന്നെ ആ ബോർഡ് ഞാനത് അവിടെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പേരിൽ സാർ എന്നെ വെറുതെ പിന്നാലെ നടന്ന് വേട്ടയാടലെന്ന് പറഞ്ഞു. ഇല്ലില്ല, ഞാൻ അത്രക്കാരനല്ല, അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. ആൾക്കാരെല്ലാം എന്നെക്കുറിച്ച് പലതും പറയാറുണ്ട്, അഹങ്കാരിയാന്നോ
അങ്ങനെയൊക്കെ ഭൂമിജ പറഞ്ഞു. ആ അത് കുറച്ചൊക്കെ ശരിയാ സാറേ എന്ന് പറഞ്ഞു. അതെ അല്ലേ, അങ്ങനെ ഭൂമിജയ്ക്കും തോന്നിയല്ലേ? അതെ. അപ്പോഴേക്കും സിയെ എന്ത് ചെയ്തു, ഭൂമിജയുടെ കയ്യേലും അങ്ങോട്ട് പിടിച്ചു, ഇങ്ങോട്ട് വരാനും പറഞ്ഞും കൂടി പിടിച്ചോണ്ട് പോകണം. ഒരു നിമിഷം ഭൂമിജ ഞെട്ടിപ്പോയി. ഭൂമി ചോദിച്ചു, എന്താ സാറേ, സാർ എന്താ കാണിക്കണേ? നീ എന്താ അടി കരുതിയത്? പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് എന്നാ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടാന്നോ? ഇതെന്താ പോലീസ് സ്റ്റേഷൻ? എന്താ നിന്റെ കുട്ടിക്കളിക്കുള്ള സ്ഥലമാണോ? ഇതൊക്കെ നീ നിന്റെ വീട്ടിൽ പോയി കാണിച്ചാൽ മതി, ഇങ്ങോട്ട് വാടിയെന്ന് പറഞ്ഞോണ്ട് അവളെ കയ്യെ പിടിച്ചു ഓടിച്ചോണ്ട് നേരെ ലോക്കപ്പിന് നേരെ പോകുമ്പോഴത്തേനും അവിടെ കോൺസ്റ്റബിൾമാരും ബാക്കിയെല്ലാം ഓടി വന്നു. സാറേ എന്താ കാണിക്കണമെന്ന് ചോദിച്ചു. മിണ്ടരുതെന്ന് പറഞ്ഞു. അങ്ങനെ വനിതാ സെല്ലിലേക്ക് അവളെ കൊണ്ടുപോയിട്ടു. വേറെ കുറച്ച് ആൾക്കാർ വേറെ സെല്ലിനകത്തുണ്ടായിരുന്നു, അവിടേക്ക് കൊണ്ടുപോയിട്ടു. ഇവിടെ കിടക്കുന്ന നീ എന്താ കാണിച്ചതെന്നറിയോ? പോലീസ് റിവോൾവർ എടുത്തു. എൻ്റെ നേരെ ഷൂട്ട് ചെയ്യാനായിട്ട് ഒരുങ്ങി. 10 വർഷം വരെ കിട്ടും നിനക്ക്, തടവ് കിട്ടുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭൂമി പറഞ്ഞു, അയ്യോ സാറേ ഞാൻ വെറുതെ, നീ കൂടുതലൊന്നും പറയണ്ട, അവിടെ കിടക്ക്, നിന്റെ അഹങ്കാരം അത് തന്നെ ആദ്യം നടക്കട്ടെ എന്ന് പറഞ്ഞു. ഭൂമിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴേക്കും എസ് ഐ വന്നിട്ടുണ്ട്. സാറേ ഭൂമി വെറുതെ മിണ്ടരുത്, നിങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് അവൾക്ക് വളം വെച്ച് കൊടുക്കുമല്ലേ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. ആരും റെക്കമെൻഡേഷനുമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കല്ലെന്നും പറഞ്ഞുകൊണ്ട് സി ഐ തൻ്റെ ക്യാബിലേക്ക് പോയിരുന്നു. ഇതേ സമയത്ത് സൗഭാഗ്യമ്മ സത്യദാസിനെ കണ്ടിട്ട് വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്ന് ഇനിയിപ്പം സംഗീത എന്നിട്ട് ചോദിച്ചു, എന്തായി അമ്മേ? സത്യ എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചോ? സംസാരിച്ചു, കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എത്രയും പെട്ടെന്ന് കല്യാണക്കാര്യം അത് നടക്കണമെന്ന് പറഞ്ഞു. പിന്നീട് ഭവാനിയെ വിളിച്ചു. ഭവാനി വന്നിട്ട് ചോദിച്ചു, എന്താമ്മേ എന്തിനാ എന്നെ വിളിപ്പിച്ചേ? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അഞ്ജലിയുടെ അജയുടെയും കല്യാണം അതിന് വെച്ച് താമസിപ്പിച്ചുകൂടാ, എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം. അല്ല അതിനെന്താ, എന്തെങ്കിലും തടസ്സമുണ്ടോ? അജയ്ക്കൊരു തടസ്സവും ഇല്ല, അജയ് സമ്മതിക്കും. മോളെ പറഞ്ഞ് നീ മനസ്സിലാക്കിയാൽ മതി, എന്തേലും എതിർപ്പുണ്ട് ഇപ്പൊ പറയണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭവാനി പറഞ്ഞു, എന്ത് എതിർപ്പ്? ഒരു എതിർപ്പും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ജോഡിസിനെ വിളിച്ചു വരുത്തണം, പിന്നെ നാളുകളും മുഹൂർത്തം എല്ലാം നോക്കണം, ഇനി അധികം നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ കല്യാണം നടക്കണം, ഈ വിവാഹം നടന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഭവാനിയുടെ ചുണ്ടിലൊരു ചെറിയ പുഞ്ചിരി ഉണ്ടായി. ഇപ്പോഴും വൈരാഗ്യബുദ്ധിയോട് കൂടിയിട്ടാണ് ഭവാനി പെരുമാറുന്നേ. അവർക്ക് ഒരേ ഒരു മോഹം മാത്രമേ ഉള്ളൂ, അജയും അഞ്ജലിയും നമ്മളെ വിവാഹം നടക്കുവാണെങ്കിൽ ഈ സ്വത്തുക്കളൊക്കെ തനിക്ക് സ്വന്തമാക്കാം, തനിക്കിവിടെ ആധിപത്യം നേടാമെന്നൊരു ചിന്ത മാത്രം. കുടില ബുദ്ധിക്കാരിയാണ് ഭവാനി. അത് പക്ഷേങ്കിൽ ഈ പറയുന്ന സംഗീതയ്ക്കോ അല്ലെങ്കിൽ സൗഭാഗ്യോ മുത്തശ്ശിക്കോ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയില്ലാതെ ഭൂമിജ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പോഴേക്കും എസ് ഐ വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, സാറ് നല്ല കട്ടക്കരിപ്പിലാന്ന് പറഞ്ഞു. ആണോ? തുറന്നു വിടുമെന്ന് തോന്നില്ല എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ സാരമില്ല സാറേ, സാറ് ടെൻഷൻ അടിക്കണ്ട, ഞാനിതിനകത്ത് ഹാപ്പിയാന്ന് പറഞ്ഞു. പിന്നീട് കൂടെയുള്ളവരോട് പറഞ്ഞു, അതെ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, ആ സി എക്ക് ഒരു കൊമ്പ് കൂടുതലുണ്ട്, നമുക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാന്നേ, ലോക്കപ്പെങ്കിൽ ലോക്കപ്പ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു, മറ്റുള്ളവരും ഭൂമിജി എല്ലാവരും കൂടെ ചേർന്നിട്ട് ലോക്കപ്പിനകത്ത് കിടന്ന് ഡാൻസ് കളിക്കുവാണ്. ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ല അജയത്. അജയ് ക്യാബിൽ നിന്ന് പുറത്തേക്ക് വന്ന് നോക്കിക്കഴിയുമ്പോൾ ലോക്കപ്പിനകത്ത് കിടന്ന് എല്ലാവരും കൂടെ കിടന്ന് ഡാൻസ് കളിക്കുക. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അജയ്ക്ക് നിയന്ത്രണം തെറ്റി. ഇവളെ അതിനകത്തെ പിടിച്ചിട്ട് ഡാൻസ് കളിക്കാനാണോ, ഇവളുടെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട് എന്നൊരു ചിന്തയോട് കൂടിയിട്ട് പാഞ്ഞെടുത്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് സ്റ്റോപ്പ് ഇട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അലറുവാണ്. ഭൂമിജി ഞെട്ടലോട് കൂടി അജയനെ നോക്കുവാണ്, ഇനി എന്താണ് ഇയാൾ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. എന്തായാലും ഭൂമിജോടി പുറത്തിറങ്ങുക തന്നെ ചെയ്യും, വീണ്ടും അജയ്ക്കിട്ട് പണി കൊടുക്കാനൊരുങ്ങും. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.